ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് വിൽ പവറാണ്. വിൽ പവറിനെ പറ്റി പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ഇന്ന് വീഡിയോ ചെയ്യാൻ എനിക്കൊരു മടിയായിരുന്നു. എനിക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ ഹെൽത്ത് കുറച്ച് ലോ ആയിരുന്നു. കോൾഡ് ആൻഡ് കോഫൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ചെയ്യണോ, എനിക്ക് മടിയായിട്ട് ഇങ്ങനെ കിടക്കണം. ദിസ് ഇസ് അവർ ചോയ്സ്. എനിക്ക് വേണമെങ്കിൽ മൂടി പൊതിച്ചിടന്ന് ഉറങ്ങാം. പക്ഷെ ഇതിനെ തോട്ട് വൈ നോട്ട്, എന്തിന് നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് സ്ട്രോങ് ആക്കിയിട്ട് നോ ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്തതാണ് ഈ വീഡിയോ. അപ്പോൾ അതാണ് നമ്മുടെ വിൽ പവർ എന്ന് പറയുന്നത്. വിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ സന്തോഷം നമ്മുടെ കൈകളിൽ തന്നെയാണ്. ജീവിതത്തിലെ ഏതൊരവസ്ഥയുമായി പൊരുത്തപ്പെടാൻ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിയാൽ നമ്മുടെ സന്തോഷത്തെ തകർത്തെറിയുവാൻ ഈ ലോകത്ത് മറ്റാർക്കുമാകില്ല. ഇതാണ് ഇന്നത്തെ എൻ്റെ ഇൻസ്പിറേഷൻ, എൻ്റെ തോട്ട്. ഓൺ ദിസ് നോട്ട്, ഞാൻ ഇന്നൊരു പാവയ്ക്ക മെഴുക്കുവരട്ടി റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായി ഞാൻ ഒരു പാവയ്ക്ക എടുത്ത് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഉപ്പും മിക്സ് ചെയ്ത് ഞാനൊരു അരമണിക്കൂർ വെച്ചിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് അതിൽ ഉപ്പെല്ലാം നല്ലതുപോലെ പിഴിഞ്ഞ് ആ വെള്ളം കളഞ്ഞിട്ട് എടുത്തതാണ് ഈ കാണുന്നത്. പിന്നെ ഞാനൊരു പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നു. ജീരകം ഇട്ടിട്ട് ഒരു ചുമന്ന മുളക് ഇടുന്നു. ഇനി അതിലേക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന സവാളയും പച്ചമുളകും കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഗ്രീൻ ലീഫ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഈ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ പാവയ്ക്കയിൽ ഉപ്പിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ സോട്ട് ചെയ്യണം. ഉള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ക്രഷ് ചില്ലി ഇടണം. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന പാവയ്ക്ക നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിനെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റായി, നമുക്ക് തുറന്ന് നോക്കാം. പാവയ്ക്ക ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ ഓപ്പൺ ചെയ്ത് വീണ്ടും ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇന്നലെ കുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പാവയ്ക്ക ഉണ്ടായിരുന്നു, പക്ഷേ തേങ്ങയില്ല. അപ്പം ഞാൻ പാവയ്ക്കയും തേങ്ങയും വെച്ച് പാവയ്ക്ക തോരനല്ലേ സാധാരണ ഉണ്ടാക്കുന്നത്. വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ ഐഡിയ ആണ് ഈ പാവയ്ക്ക മെഴുക്കുവരട്ടി. അതും ഹെൽത്തിയാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ടേസ്റ്റിയാണത്. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. See you later. Bye bye.